താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുള്ള 3 BHK ബാത്ത് അറ്റാച്ച് വീടുകൾ ചെറിയ വിലയിൽ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് അന്വേഷിച്ച് ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അത്തരക്കാർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 3 BHK ബാത്ത് അറ്റാച്ച് വീടിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ. ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലം പട്ടിമറ്റത്താണ്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ സഹിതം 3 ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വടക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിലാണ് ഈ വീടിന്റെ മുൻ ഡോർ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. വീടിന് മുൻഭാഗത്തായി ഇപ്പോൾ 4.5 മീറ്ററോളം വീതി വരുന്ന വലിയൊരു വഴിയാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. ഈ വഴി ഭാവിയിൽ കട്ട വിരിച്ച് നൽകുന്നതാണ്. ഈ വഴിയിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഇന്റർലോക്ക് പാകിയ മനോഹരമായിട്ടുള്ള മുറ്റത്തേക്കാണ്. 2 വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ്. വളരെ വലിയൊരു കിണറാണ് നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിരിക്കുന്നത്. ചെങ്കല്ലാണ് കിണറ്റിലെല്ലാം നമുക്ക് കാണുവാനായി കഴിയുക. അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ വെള്ളം എല്ലാ സമയത്തും നമുക്ക് ലഭ്യവുമാണ്. ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും 300 മീറ്ററും പട്ടിമറ്റം ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്ററും കിഴക്കമ്പലം ടൗണിലേക്ക് 6 കിലോമീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 7.5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 14 കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത്. 14 കിലോമീറ്റർ എന്നൊക്കെ കേട്ട് ഇൻഫോ പാർക്കിൽ നിന്ന് വളരെ ദൂരത്താണോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട. വെറും 27 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് ട്രാഫിക് ജാമുകൾ ഇല്ലാതെ എത്തിച്ചേരുവാൻ കഴിയും. മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി എലവേഷൻ ആണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത്. 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും. വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന്റെ മുൻഭാഗത്തായി വളരെ നീളമേറിയ ഒരു സിറ്റ് ഔട്ട് ആണ് നൽകപ്പെട്ടിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ്. ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. ഒരു യു ഷേപ്പ് സെറ്റ് തന്നെ നമുക്ക് ഇവിടെ സൗകര്യപൂർവ്വം സെറ്റ് ചെയ്യുവാൻ കഴിയും. 5 സെന്റിലാണ് ഈ വീട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും നല്ല രീതിയിലുള്ള വിശാലത നമുക്ക് ലഭ്യമാണ്. ലിവിംഗ് ഏരിയ സ്പേസിൽ ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ഭാഗമാണ് ഇത്. ഏകദേശം ഒരു 15ഓളം പേർക്ക് വരെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിൽ ഒരു വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് പുറത്തേക്ക് ഡയറക്റ്റ് ലഭിക്കുന്ന ഒരു ഡോറും ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നു. വീട്ടിലെ കിച്ചണിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയാർന്നിട്ടുള്ള അലൂമിനിയം വർക്കോട് കൂടിയിട്ടുള്ള കബോർഡുകളാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയുക. വളരെ വിശാലമായിട്ടുള്ള ഈ കിച്ചണിൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും കൂടി നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നു. വീടിന്റെ പിൻഭാഗത്തെത്തിയാൽ ഒരു വർക്ക് ഏരിയ എടുക്കുന്നതിനുള്ള സെറ്റപ്പും നമുക്ക് ലഭ്യമാണ്. ഡൈനിങ് ഏരിയയിലെ കോർണർ ഭാഗത്തായി വളരെ ഭംഗിയാർന്നിട്ടുള്ള രീതിയിൽ ഒരു വാഷ് കൗണ്ടറും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂമുകൾ ഒന്ന് പരിശോധിക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത്. 12 അടി നീളത്തിലും 12 അടി വീതിയിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമിൽ ഭംഗിയായിട്ടൊരു വാർഡ്രോബ് നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ പ്രവേശിക്കേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 14.5 അടി നീളവും 12 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. ഒരു വാർഡ്രോബ് കാണാം. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത്. കൈവരികൾക്കായി സ്ക്വയർ ട്യൂബ് നൽകപ്പെട്ടിരിക്കുന്നു. സ്റ്റെയർ കയറി നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. ഭംഗിയായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇവിടെ നിന്ന് വീടിന്റെ ബെഡ്റൂമിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം കണക്കിലാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബും നമുക്ക് കാണുവാൻ കഴിയും. ഈ വീട് വാങ്ങിക്കുന്നവർക്ക് ഭാവിയിൽ ഒരു ബെഡ്റൂം കൂടി എടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യം കൂടി ഫസ്റ്റ് ഫ്ലോറിലായി ഒഴിച്ചിട്ടുണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ ടെറസാണ് നമുക്ക് ഈ ഭാഗത്തായി കാണുവാൻ കഴിയുക. ഇവിടെ നിന്ന് നമുക്ക് മെയിൻ ഓപ്പൺ ടെറസിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഗോവണിയും നൽകപ്പെട്ടിരിക്കുന്നു.
ഒരു ഭംഗിയാർന്നിട്ടുള്ള ബാൽക്കണിയും കഴിയുന്നതോടെ ഈ വീടിന്റെ വിശേഷങ്ങൾ പൂർത്തിയായി. 5 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 60 ലക്ഷം രൂപയാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ്. ബഡ്ജറ്റ് വിലയിൽ കാക്കനാട് സമീപം വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാകുന്ന ഈ വീടിന് ബാങ്ക് ലോൺ ഫെസിലിറ്റിയും ലഭ്യമാണ്. ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിച്ച് കുറഞ്ഞ വിലയിൽ ബാങ്ക് ലോൺ ഫെസിലിറ്റിയുടെ സ്വന്തമാക്കാനും കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക.